ഇന്നത്തെ വീഡിയോ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. അതായത് ജാങ്കോയുടെ പാർട്ട് 4ഉം പാർട്ട് 5ഉം തമ്മിലൊരു കണ്ടിന്യൂഷൻ പ്രോബ്ലം ഉണ്ടെന്നുള്ള ഒരു കമന്റ് കണ്ടുകൊണ്ടിട്ടാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടെംപ്ലേറ്റ് എങ്ങനെയാണ് നമ്മുടെ ജാങ്കോയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ആ ഒരു ടെംപ്ലേറ്റ് എന്താണെന്നുള്ള ക്ലിയർ ഐഡിയ കിട്ടാത്തതുകൊണ്ടിട്ടാണ് തോന്നുന്നത് ആ ഒരു കണക്ഷൻ പ്രോബ്ലം ഫീൽ ചെയ്തത്. ടെംപ്ലേറ്റ് എന്ന് പറയുമ്പോഴത്തേനും നമ്മളൊരു ഫ്രണ്ട് എൻഡില് നമ്മൾ ഫ്രണ്ട് എൻഡ് ചെയ്യുമ്പോൾ, അതായത് ഫ്രണ്ട് എൻഡ് എന്ന് പറയുമ്പോഴത്തേനും നമ്മളൊരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ആ ഒരു വ്യൂവിനെയാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. ആ ഒരു ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നമ്മൾ തന്നെ ചെയ്ത് വെക്കുന്നതായിരിക്കും, ചിലപ്പോൾ നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്താണെങ്കിലും നമ്മൾ ചെയ്തതാണെങ്കിലും നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ അകത്ത് കുറച്ച് HTML പേജസ് ഉണ്ടാവും. അതുപോലെ തന്നെ CSS പേജസും, ഐ മീൻ CSS ഫയൽസും JS ഫയൽസും പിന്നെ ഇമേജസ് ഫയൽസും ഉണ്ടാവും. അതാണ് അതിൻ്റെ അകത്ത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതായത് നമ്മളിപ്പോൾ ടെംപ്ലേറ്റ്സിൻ്റെ അകത്തേക്ക് നമ്മളിപ്പോൾ ടെംപ്ലേറ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. HTML പേജസ് നമ്മൾ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് HTML പേജസ് ചെയ്തേക്കുന്നത്. ബാക്കി CSS പിന്നെ അതുപോലെ തന്നെ CSSഉം JS ഫോൾഡർ ഇമേജസും ആണ് നമ്മൾ സ്റ്റാറ്റിക്കിന്റെ അകത്ത് കൊടുത്തിട്ട് ആ ഒരു പാത്ത് ചേഞ്ച് ചെയ്ത് കൊടുത്തേക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇപ്പോ ചെയ്യുന്ന ഫുള്ള് പറയാൻ പറ്റത്തില്ല. അതായത് ഇപ്പൊ ഫ്രണ്ട് എൻഡിന്റെ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് ഫ്രണ്ട് എൻഡ് കംപ്ലീറ്റ്ലി ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടെംപ്ലേറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഓപ്ഷൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഫ്രീ CSS ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അതാണ് മെയിൻലി എല്ലാവരും ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് ഏതാണ് നമ്മുടെ ആവശ്യത്തിന് ഉചിതമായ ഒരു ടെംപ്ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട്. ഒന്ന് ഡൗൺലോഡിനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, രണ്ടാമത്തെ ലൈവ് ഡെമോയ്ക്കുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് ലൈവ് ഡെമോ എടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ആപ്റ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ആയി കിട്ടും. അത് കഴിഞ്ഞ് എക്സ്ട്രാക്ട് ചെയ്യുക. ആ ഫയൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ആ ഒരു എക്സ്ട്രാക്ട് ചെയ്ത ഫയൽസ് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിട്ടുന്നത് ഏകദേശം ഇതുപോലെ ഒരു ഫോർമാറ്റിലായിരിക്കും. അതായത് അതിന്റെ HTML പേജസ് ഉണ്ടാവും. ഈ HTML പേജസ് ആണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ആ ഒരു ജാങ്കോ പ്രോജക്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബേസ് ഡയറക്ടറിയിൽ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് കൊടുക്കുക. അതേസമയം CSS, JS, ഇമേജ്, അതുപോലെയുള്ള SCSS അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഈ ഫോൾഡർ കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മുടെ എന്തിലേക്ക് കൊടുക്കുക, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് കൊടുക്കുക. പാത്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ജാങ്കോയുടെ 5th വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഫ്രണ്ട് എൻഡ് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന സംഭവം ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിലും ഇപ്പൊ നമ്മൾ ചെയ്യുവാണെങ്കിലും ഇങ്ങനെ ആയിരിക്കും അതിന്റെ ഒരു ഫോർമാറ്റ് വരുന്നത്. ഇതാണ് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഇമേജസ് ഫോൾഡർ, JS ഫോൾഡർ ആണ് ആ ഒരു കൺഫ്യൂഷൻ വന്നതെന്ന് പറഞ്ഞു. അത് ഫ്രണ്ട് എൻഡിനെ കുറിച്ച് ക്ലിയർലി ഐഡിയ ഇല്ലാത്തതുകൊണ്ടിട്ടാണ് അത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത്. അപ്പൊ ആദ്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോ രണ്ട് രീതിയിൽ ചെയ്യാവുന്ന രീതി ഞാൻ പറഞ്ഞു. ഒന്ന് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ CSS ഫയൽസും JS ഫയൽസും അതുപോലെ തന്നെ ഇമേജസ് ഫയൽസും ഒക്കെ ഉള്ള ഒരു ഫോൾഡേഴ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഫോൾഡേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇതാണ് നമ്മൾ അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത്രയാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. താങ്ക് യു.